അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകത്തിലെ 10ാമത്തെ പേജാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നേരത്തെ കുട്ടിയുടെ ബ്ലോഗുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഹൽ തഅരിഫു, നിങ്ങൾക്കറിയാമോ, അനിൽ ഫൈലാനാത്തുകളെ കുറിച്ച്, വെള്ളപ്പൊക്കങ്ങളെ കുറിച്ച്, അല്ലത്തി ഹദസത്ത് നടന്ന, ബിലാദിന നമ്മുടെ നാട്ടിൽ നടന്ന, ഫിസ്സനവാത്ത് വർഷങ്ങളിൽ, അൽമാലിയ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്ന വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ മഴക്കാലത്തോടനുബന്ധിച്ച് പലതരം പ്രകൃതി ദുരന്തങ്ങളും നടക്കുന്നുണ്ട്. അത് വെള്ളപ്പൊക്കങ്ങളായിട്ടും പിന്നെ ഉരുൾപൊട്ടലുകളായിട്ടും കാറ്റിലും മഴയിലും ഉണ്ടായ പ്രയാസങ്ങളായിട്ടും ഒക്കെ എല്ലാ മഴക്കാലത്തും നമ്മുടെ നാട്ടിലിപ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവയുടെ പലതരം ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത് കൈഫ നതആമലു, എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, മഅൽ മുസാബീൻ, ഈ ദുരന്തങ്ങൾ ബാധിക്കപ്പെട്ടവർ, ബാധിക്കപ്പെട്ടവർ, ബിൽ കവാരിസി തബീഇയ്യ, ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പ്രകൃതി ദുരന്തങ്ങൾ. കവാരിസി തബീഇയ്യ, പ്രകൃതി ദുരന്തങ്ങൾ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ പ്രയാസപ്പെടുന്നവരോട് നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുപോയ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. എപ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. 2018 വലിയ പ്രളയം ഉണ്ടായപ്പോൾ പല നാടുകളിൽ നിന്നാണ്, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളത്തിൽ മുങ്ങിപ്പോയ ആ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കാൻ വരെ ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ പണം കൊടുക്കാൻ പറ്റുന്നവർ പണമായിട്ടും, ശ്രമദാനം, അതായത് സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ആ രീതിയിലും ഒക്കെ നമ്മുടെ ആളുകളെ സഹായിച്ചു പോന്നിട്ടുണ്ട്.